നിങ്ങൾ IT കഴിഞ്ഞ് ഒരു സർക്കാർ ജോലിയെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും, പ്രത്യേകിച്ച് 2026. എന്തുകൊണ്ടെന്നല്ലേ, 2026 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണെങ്കിലും ശരി, സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിലും ശരി, 10,000-കണക്കിന് ഒഴിവുകളാണ് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഈ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ 2026 നിങ്ങൾ IT കഴിഞ്ഞ ഓരോരുത്തർക്കും ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ IT കഴിഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2026 വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പല നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ വരാനിരിക്കുന്ന ചില നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഏറ്റവും മികച്ച അവസരമാണ് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ റെയിൽവേസിലാണ് അല്ലേ. ഇന്ത്യൻ റെയിൽവേസിൽ IT കഴിഞ്ഞവർക്ക് ഏതൊക്കെ അവസരങ്ങൾ വരുന്നുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുന്നുണ്ട്. ഗ്രൂപ്പ് D പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ഒഴിവുകളോടെയാണ് വരുന്നത്, ഒരിക്കലുമല്ല. ഗംഭീരമായിട്ടുള്ള വേക്കൻസിയാണ് ഞാൻ ഈ പറഞ്ഞതിലൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ALP അനൗൺസ്ഡ് വേക്കൻസി എന്ന് പറയുന്നത് 11,127 ആണ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് D ടെക്നീഷ്യൻ, നമ്മൾ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ 6,000-ന് മുകളിൽ ഒഴിവുകൾ വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ എല്ലാ IT കഴിഞ്ഞ പോസ്റ്റുകളിലും ഇതേപോലെ ഉയർന്ന വേക്കൻസിയാണ് വരാൻ പോകുന്നത്. ഇനി സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ മിക്കവാറും നിങ്ങൾ കാണാൻ പോകുന്നത് KSEB വർക്കർ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ KSEB വർക്കറിൽ 985 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനർത്ഥം 955 ഉണ്ടാവും എന്നല്ല, 985-നേക്കാൾ ഉയർന്ന വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3-ൽ 6,000-ലധികം വേക്കൻസി വരാൻ പോകുക എന്നുള്ളത് ഒഫീഷ്യലി വരികയാണ്. അതേപോലെ തന്നെ ഒരുപാട് IT ഓപ്പർച്യൂണിറ്റീസ്, അപ്പോൾ ഞാനത് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഗ്രൂപ്പ് D, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ തന്നെയാണ്. ഇനി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ 985 വേക്കൻസീസോട് കൂടി KSEB വർക്കർ വരുന്നത്. വെറും 985 വേക്കൻസി മാത്രമാണ് ഉണ്ടാവുക, ഒരിക്കലുമല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത് 2000-ൽ കുറയാത്ത ഒരു വേക്കൻസീസ് നമ്മളിവിടെ പ്രതീക്ഷിക്കുക തന്നെ വേണം. അതായത് KSEB വർക്കറിൽ ജില്ലാതല നിയമനമാണ്. കഴിഞ്ഞ പ്രാവശ്യം 4,000 പോയിട്ടുണ്ട്, എന്നാൽ 4,000 ഒന്നും പോകാൻ സാധ്യതയില്ല. ഈ പ്രാവശ്യം ഒരു 2,000 വേക്കൻസീസ് എങ്കിലും വരുമെന്ന് തന്നെയാണ്. നോട്ടിഫിക്കേഷൻ ടൈമിൽ 985 ഉണ്ടായിരിക്കും. അത് പിന്നീട് എന്ത് ചെയ്യും, പലപ്പോഴായിട്ട് നിങ്ങൾക്ക് അറിയാം, നോട്ടിഫിക്കേഷൻ ടൈമിലെ വേക്കൻസീസ് അല്ല അഡ്വൈസ് പോയെന്ന് എണ്ണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2000-ലധികം അപ്പോയിൻമെൻറ്റ്സുകളാണ് കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ഇനി വരുന്ന 3 വർഷത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ PSCയുടെ വെബ്സൈറ്റ്, നിങ്ങൾ PSC ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും അതിൽ 1, 2, 3 ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ വരാറുണ്ട് അല്ലേ. അതായത് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അത്തരത്തിൽ ഒരുപാട് എക്സാംസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ കേരള PSCയുടെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാംസുകളുടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പയർഡ് ആകാൻ പോവുകയാണ്. അതായത് 40-ലധികം റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകാൻ പോവുകയാണ്. അതേപോലെ 6 അപ്കമിങ് എക്സാംസുകൾ വരുന്നുണ്ട് അല്ലേ. അതിൽ തന്നെ KW ഓപ്പറേറ്റർ പ്രത്യേകം എടുത്തു പറയേണ്ട എക്സാമാണ്. അതായത് ഏറ്റവും ഈ പറഞ്ഞ IT ലെവൽ എക്സാംസിൽ ഏറ്റവും നല്ല സാലറി നൽകുന്ന ഒരു എക്സാം അല്ല ഒരു പോസ്റ്റിനാണ് KW ഓപ്പറേറ്റർ. ഓൾറെഡി അതിൻ്റെ സാലറി സ്ലിപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ 2025-26 കാലഘട്ടത്തിൽ 40-ലധികം റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകാൻ പോവുകയാണ്. അപ്പോൾ 2026-27 ഒരുപാട് IT ലെവൽ നോട്ടിഫിക്കേഷൻ വേറെയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേയിലുണ്ട്, ഗവൺമെൻറ് സെക്ടറിൽ PSCയിൽ വരുന്നുണ്ട്, പിന്നെ ഇതല്ലാണ്ട് കുറേ ഹിഡൻ ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PSUകളിലൊക്കെ IT-യിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾ കേരളത്തിൽ തന്നെയാണ് വരേണ്ടതെങ്കിൽ കേരളത്തിലും ഗംഭീര ഓപ്പർച്യൂണിറ്റിയാണ്. പ്രധാനമായിട്ടും വർക്കർ വരുന്നുണ്ട്, അതേപോലെ തന്നെ KW ഓപ്പറേറ്റർ വരുന്നുണ്ട്, അങ്ങനെ ഒട്ടനേകം ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ വരുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ITI കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് 2026-27 തന്നെ ഒരു സർക്കാർ ജോലിയിൽ എത്താൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുന്ന ആ ഒരു യാത്ര എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് എക്സാംസിനാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. അതായത് നിങ്ങൾക്കൊരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന റെയിൽവേ എക്സാംസ് ആയിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് കേരളത്തിൽ
വർക്കർ പോസ്റ്റ് ആണ് അല്ലെങ്കിൽ ഓപ്പറേറ്ററിലാണ്, ആ ഏതാണ് എക്സാം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യുക. അതിൻ്റെ എക്സാം പാറ്റേണും അതെങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. ഇനി രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. ഇവിടെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻട്രി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ക്ലാസ് അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും വീഡിയോ ലെക്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കുകയാണ്. അപ്പോൾ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് കൂടാതെ അതിൻ്റെ സ്റ്റഡി നോട്ട്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്, അതേപോലെ തന്നെ മോക്ക് എക്സാംസുകൾ, റിവിഷന്, അതൊക്കെ കൂടാതെ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാനുള്ള സ്പെഷ്യൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി പിന്നീട് അടുത്ത ഘട്ടമാണ്, ഇനി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഈ ജോലി കിട്ടാറുണ്ടോ? നമ്മളിപ്പോൾ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ ആളുകൾക്കും ജോലി കിട്ടാറുണ്ടോ? ഇല്ല. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ എഫേർട്ടാണ്. ഓക്കെ, മാക്സിമം എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അതായത് നിങ്ങൾ ജോലി നേടിയെടുക്കുന്ന ആ ഫൈനൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഇനി വിശ്രമിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരുപാട് സമയം ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ ഒരു 7 മണിയാകുന്ന അല്ലെങ്കിൽ രാവിലെ ഒരു 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഏറ്റവും ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരു 5 മണി മുതൽ രാവിലെ ഒരു 7 മണി വരെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ അവിടെ തന്നെ പ്രിപ്പറേഷൻ ടൈം കിട്ടുകയാണ്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, 8 മണിക്ക് വീണ്ടും നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 10:30 വരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു 2.5 hours നമുക്ക് അവിടെ പഠിക്കാൻ വേണ്ടി മാറ്റി കിട്ടും. ഇനി അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വീണ്ടും ഒരു 11 to 1, ഓക്കെ, 11 AM to നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 1 PM നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അഗെയിൻ ഒരു 2 hours അവിടെ കിട്ടുകയാണ്. ഇനി ഒരു 2 PM to 4 PM നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ടൈം, ഞാൻ ഈ പറഞ്ഞ ടൈംസുകളിൽ കുറച്ചെങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു ക്ഷീണവും ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടൈം സെക്ഷനാണിത്. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യാണ്, 5 to 7 PM നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ പഠിച്ച ആ ദിവസങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും അതേപോലെ തന്നെ ഇനി കൂടുതൽ ടോപ്പിക്കുകൾ പഠിക്കാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയം ഉപയോഗിക്കാം. ഒരു 8 to 10. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾസ്, ഞാനിപ്പോൾ ഒരു 2 hours ഡിഫറെൻറ്റ് ഷെഡ്യൂൾസ് ആയിട്ടുള്ളത് അല്ലേ, ഇതൊരു പ്രാക്ടീസ് ആക്കി മാറ്റുക അല്ലെങ്കിൽ ഇതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് പറയുന്നുണ്ട് IT കഴിഞ്ഞ ഏതാൾക്കാരും ജസ്റ്റ് പോയി അപ്ലൈ ചെയ്താൽ മതി ജോലി കിട്ടുന്നത്. അങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നിങ്ങളത് പ്രതീക്ഷിക്കരുത്. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ലഭിക്കുള്ളൂ. അപ്പോൾ ഹാർഡ് വർക്ക് തന്നെയാണ്. കാരണം ഇപ്രാവശ്യത്തൊക്കെ എക്സാംസ് ഒക്കെ എന്താണ്, ഈ പറഞ്ഞ IT ലെവലിൽ PSC നടത്തുന്ന എക്സാംസ് ഒക്കെ ഡിസ്ട്രിക്ട് ലെവലിലാണ്. അപ്പോൾ ഓരോ ജില്ലകളിലും വേക്കൻസീസ് ഒക്കെ എന്താണ്, വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ എൻട്രിയോടൊപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ലൈൻമാൻ എക്സാംസിൽ ഉൾപ്പെടെ 1ാം റാങ്ക് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾക്കാണ് നമ്മുടെ സഞ്ജയ് മാത്യു എന്നുള്ള സ്റ്റുഡൻറ്റ്. അവരുടെ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതേപോലെ ഒരുപാട് മികച്ച റാങ്കുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻട്രി ആപ്പിനോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻട്രി ആപ്പിൻ്റെ ITI വർക്കർ കോഴ്സിലും അതേപോലെ ITIയിലെ ഏത് എക്സാംസ് ആണെങ്കിലും എല്ലാ കോഴ്സസും എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻട്രിയുടെ ITI ബാച്ചസിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.